സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് ചിലപ്പോൾ പെടാൻ പറ്റുമെങ്കിൽ പെടും. കാരണം നെറ്റ് കട്ടാവും, കറണ്ട് പോവും. വ്ളോഗ് ചെയ്യുന്നൊരു വ്ളോഗർ ആയതുകൊണ്ട് വ്ളോഗ് ചെയ്യുന്നത്. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിലെന്താ നെഗറ്റീവ് കാണുന്നവർ കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സാധനങ്ങൾ മൊത്തം ഓൾമോസ്റ്റ് കയറ്റണം, അതിൻ്റെ പരിപാടികളിലാണ്. ഇപ്പോൾ പാപ്പൻ്റെ അവിടെ പോയിട്ട് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ മൊത്തം വെള്ളം വയ്ക്കും. ഇവിടെ അടി ഫുള്ള് വെള്ളം, കിണർ മൂടും, കിണറിൽ വെള്ളം ചളിവെള്ളം നിറയും. അപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ കയറ്റിയുണ്ട്. പിന്നെ കുറേ സാധനം മുകളിലേക്ക് എടുത്ത് വെച്ചാണ്. ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ ഇതേട്ടാ ഇത് വിട്ടോ എന്താ വെച്ചാൽ വെയിറ്റ് ഉള്ളത് ഞാൻ തന്നെ എടുക്കുന്നതിനല്ല, എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കാണുന്ന അവസ്ഥ ആയിരിക്കില്ല. ഇവിടെ ആദ്യം കയറുന്ന വീട് എന്ന് പറഞ്ഞാൽ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ പുഴേൻ്റെ അറ്റത്തുള്ളൊരു വീട്ടിൽ വെള്ളം കയറില്ല. കാരണം എന്ന് വെച്ചാൽ ആ വീട് തറ പൊന്തിച്ചുണ്ടാക്കി. അപ്പോൾ ഇവിടെ തറ അത്ര പൊന്തി അല്ലാത്തതുകൊണ്ട് വെള്ളം കയറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്നൊക്കെ പറഞ്ഞാലും വെള്ളം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് പുല്ലച്ചൻ്റെ വീട്ടിൽ. പിന്നെ ഒരു ഐലൻഡ് പോലെ നമ്മൾ നിൽക്കുന്ന ഏരിയ. ഇവിടെ പുഴയാണ്, അവിടെ പുഴയാണ്. വെള്ളം ഇങ്ങനെ തിക്കി നടുവിലേക്കായിട്ട് കയറി ചെയ്യുക. ഇവിടെ വെള്ളം കയറുന്ന അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ പേടി. ഇവിടെ ഡ്രസ്സൊക്കെ എടുത്ത് ഉണക്കി മുകളിലേക്ക് കയറ്റുകയാണെങ്കിൽ അടുത്ത്. പിന്നെ താഴെ അമ്മ ഈ പ്രാവശ്യം വെള്ളപ്പൊക്കം കയറുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? പ്രതീക്ഷിക്കാതെ അല്ലേ? പിന്നെ വെള്ളം കേറല്ലേ ഉള്ളു മോനെ, അങ്ങനെ ഒരു സമാധാനം ഉണ്ട്. വെള്ളം ഇങ്ങനെ നോക്കിക്കുമ്പോ കേറി വരും, അത്രയല്ലേ ഉള്ളൂ. ഒട്ടൊന്നും ചെയ്യാറുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ നമ്മളെ മലയോര മേഖലയാണ്, മുക്ക മലയോര മേഖല തന്നെയാണ്. പക്ഷേ നമ്മള് മല ഇവിടെ ഉണ്ടെങ്കിലും ഇവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടാണ് ആ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ നിൽക്കേണ്ട സാഹചര്യത്തിൽ വീട്ടിൽ നിൽക്കുക. വെള്ളം കയറി കഴിഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് ഒഴിയുക. നിങ്ങളെ വീട്ടിൽ നിന്നായിട്ട് ഒഴിയുക. കാരണം ഒഴിയാൻ പറയുമ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ അതൊരു ഏരിയയിൽ പെട്ടുപോയി കിടക്കും. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് പണ്ട് വെള്ളപ്പൊക്കം കയറാൻ പറ്റൊരു വീട്ടിൽ രണ്ടാൾക്കാർ നിന്നിട്ട് ഓരോ ഒഴിപ്പിക്കാൻ വേണ്ടി പിന്നെ ഫയർഫോഴ്സുകാർ വരേണ്ട അവസ്ഥ വരും. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഇല്ലേ അമ്മേ? അല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതാണ് പ്രതീക്ഷ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ തന്നെ കയറ്റി അമ്മേ. ഇത് സാധനങ്ങൾ ഞാൻ അങ്ങോട്ട് എടുത്ത് കയറ്റി. ആളെ അമ്മയ്ക്ക് സ്റ്റൗവും കാര്യങ്ങളും വെച്ച് പാചകത്തിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും അമ്മയുടെ വെച്ചാൽ എന്താ നമ്മളെ എക്കോയോ? അല്ല ഇത് ഇവിടെ വെച്ചാൽ എങ്ങനെ ഒരു സാധനം കയറ്റുമ്പോൾ ബുദ്ധിമുട്ടാവൂലേ? ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വെക്കാതെ അവിടെ വെച്ചിന്. ഇപ്പൊ തന്നെ അടുക്കള മുകളിലേക്ക് സെറ്റ് ചെയ്യാൻ ഞങ്ങള്. ഇപ്പൊ എന്തിനാ എന്താ ചെയ്യുന്നേ? വാഷിംഗ് മെഷീനാ? പ്രിക്കോഷൻസ് എടുക്കണം നമ്മൾ വെള്ളം കയറുന്നില്ല. അതിന്റെ ആ രീതിയിൽ സാധനങ്ങൾ എടുത്തേക്കുന്നുള്ളൂ. ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തേക്കുന്നുള്ളൂ. മൊത്തം കയറ്റുന്നില്ല. അച്ഛൻ കട്ടിലെടുത്ത് വരുന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ ഓരോരോ സാധനങ്ങളെ അച്ഛന് മുട്ടുവേനുണ്ട്. അച്ഛാ 2018 കണ്ട വെള്ളപ്പൊക്കം ഇപ്പൊ അച്ഛൻ 2018 വെള്ളപ്പൊക്കം കണ്ടില്ല. അച്ഛൻ അന്ന് ഡ്യൂട്ടിയിലായിന്. ഇപ്പൊ പെൻഷൻ ആയണ്ട് അമ്മേന്റെ കുറച്ച് ചീത്തയൊക്കെ കേട്ട് പ്രഷറൊക്കെ ആയി. ചീത്തയൊക്കെ ഉണ്ടോ? എന്ത് പക്ഷെ ഞങ്ങളെ സാധനങ്ങൾ എടുക്കാൻ ഞങ്ങൾ തന്നെ ഇന്നഫാണ് തോന്നുന്നത്. അച്ഛന് ചെറിയ മുട്ടുവേദന, അതാ പ്രശ്നം. അപ്പോ സാധനങ്ങളുണ്ട് ഇവിടെ കണ്ടോ. ഇവിടെ കുറെ കാര്യങ്ങൾ എന്തായാലും ഒന്നും പറയാനില്ല. സാധനങ്ങളൊക്കെ അവസാനം സെറ്റാവും. മഴ വന്ന് വെള്ളപ്പൊക്കം വന്നാലും ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റായിരിക്കും. എല്ലാം എടുത്തു വെക്കാനും പറ്റും. സമയത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഒന്ന് വെള്ളം വരുമ്പോൾ ആടുന്ന് എല്ലാവരും ഇവിടെ വന്നാൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ വന്നാൽ നിൽക്കലുണ്ട്. അപ്പോൾ അതുപോലെ ആയിരിക്കും ഇപ്രാവശ്യവും. അപ്പോൾ പാപ്പനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് വെളിച്ചനൊക്കെ വരും, എല്ലാവരും കൂടെ ഇവിടേക്ക് നിൽക്കും. ഇതെന്ത് ചെയ്യുന്നമ്മേ? അമ്മ നിൽക്കണേ നിൽക്കണം.
തിരിക്കാതെ ഇങ്ങോട്ട് സംഭവം അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് ഉന്തിയാ അത്ര എടുക്കാ. എന്ത് മോളെ, എന്താ വെള്ളപ്പൊക്കത്തിനെ പറ്റി? അച്ഛാ എന്ത് തോന്നുന്നു ഇപ്പോ? വിചാരിക്കാതെ കുറെ പണികള് ഈ ഒരു സാഹചര്യത്തിൽ അതടി ചോട്ടിയത്. ഇനി ഞാൻ ഈ വീഡിയോ കൂടെ ഇട്ട് കഴിഞ്ഞാൽ സബാഷ് ഇന്ന് ചിലപ്പോൾ ഇനി ഇടലുണ്ടാവില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. എനിക്കതോ പറയാനുള്ളൂ നിങ്ങളുടെ അടുത്ത് എല്ലാവരും എടുത്തു. എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരുടെ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നിൽക്കുക, ശ്രദ്ധിച്ച് ചെയ്യുക. ടെൻഷൻ അടിക്കല്ല വേണ്ടേ, കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാണ് വേണ്ടേ. ഞങ്ങളിവിടെ സാധനങ്ങൾ കേട്ടുന്നുണ്ട്. എല്ലാവരും സേഫായിരിക്കുക, ശ്രദ്ധിക്കുക.